ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് പുലർച്ചയ്ക്ക് ഒരു 3:30 മണിക്ക് ഞാനും ഫ്രണ്ട്സും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് ആരൊക്കെയാണെന്ന് വെച്ചാൽ വിഷ്ണുണ്ട്, ആകാശുണ്ട്, അർജുനുണ്ട്, സഗില്ലാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്ന സമയത്ത് തന്നെ നല്ല മഴയായി, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നേരെ പമ്പ് കയറി പെട്രോൾ അടിച്ചു. ഇതിലെ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടാവും. പെട്രോളൊക്കെ അടിച്ച് പമ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പിന്നെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഏകദേശം കൊയിലാണ്ടിക്ക് എത്താൻ നേരത്ത് പിന്നെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഒരു ഭക്തിഗാനൊക്കെ കേട്ട് കാറിൽ ഇങ്ങനെ പോകാനായിട്ട് പ്രത്യേക ഫീലാണ്. അങ്ങനെ ആകാശമൊക്കെ തെളിഞ്ഞു തുടങ്ങി, നേരെ അങ്ങ് വെളുത്തു. പിന്നെ ഹൈവേ കയറിയാൽ പറയണ്ടല്ലോ, നല്ല സുഖമാണ് പോകാൻ. ഒരു ട്രാഫിക്കും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകാം. അപ്പോൾ ഏകദേശം ഡ്രൈവ് ചെയ്ത് നമ്മൾ കണ്ണൂർ എത്താനായി. ഇപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. പോകുന്ന പോക്കിൽ ചെറിയൊരു ആക്സിഡന്റ് കണ്ടിട്ടോ, എന്നോ ഇടിച്ച വണ്ടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുഖമൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ അതാ ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിന്ന് പോകുന്നത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻകാവിലേക്കാണ്. അങ്ങനെ നമ്മൾ മുത്തപ്പൻകാവിലെത്തി. പിന്നെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു ലോട്ടറി വെക്കുന്നൊരു ചേട്ടൻ്റെ അവിടെ വന്നിട്ടു. നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ലോട്ടറി വാങ്ങിച്ചിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് അങ്ങനെ നടന്നു. നമ്മൾ ഈ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഒരുപാട് കടകളുണ്ട്. ഈ കടകളിൽ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. എന്താണ് നമ്മളെ കവാടത്തിനുള്ളിൽ കൂടെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ചിലപ്പോൾ മുത്തപ്പൻകാവിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ വളപട്ടണം നദിക്കരയിലാണ് തീയാർ ഊരായ്മയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും ഇവിടെ തെയ്യം കെട്ടിയായിരുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് 16 കിലോമീറ്റർ വടക്കായാണ് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ചില പ്രത്യേക ദിവസങ്ങൾ ഒഴികെ തെയ്യം കെട്ടിയാടുന്നു. വെള്ളാട്ടവും തിരുവപ്പനെയുമാണ് ഇവിടെ കെട്ടിയാടുന്നത്. ഉത്തര കേരളത്തിലെ ഹൈന്ദവരുടെ പ്രധാന ആരാധന മൂർത്തികളിൽ ഒരാളാണ് ശ്രീ മുത്തപ്പൻ. ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തർ ഇങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. പിന്നെ നമ്മൾ കുറെ ഫോട്ടോസും വീഡിയോസും സെൽഫീസൊക്കെ എടുത്തിട്ടോ. അങ്ങനെ നേരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ ചായ ഒക്കെ കിട്ടി. ചെറുപയറും തേങ്ങയുടെ ഈ പൂളും ചായയും ഇത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒന്നാണ്. മുത്തപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിയ സമയത്ത് തന്നെ അവിടെ എന്തോ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് വാങ്ങാൻ. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ യുവർ വൈശാഖ് ഇഡിയൽ. Bye.